നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇല്ലാതാവത്തില്ല. എങ്കിൽ പോലും ഗൂഗിൾ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ എന്തിനൊക്കെ നമ്മൾ ഗുഡ് ബൈ പറയേണ്ടി വരും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് തോന്നി. ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ടോപ്പിക്സാണ്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്താം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ സെർച്ചിങ് എന്നുള്ളൊരു ട്രെൻഡ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഗൂഗിളിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. കാരണം ഇതല്ലാതെ ഇപ്പോൾ ഗൂഗിൾ എന്നൊരു സർവീസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെർച്ച് എഞ്ചിൻ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ സെർച്ച് ചെയ്യാൻ എവിടെ പോകും? നമ്മൾ എന്തൊരു കാര്യവും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ പറയുക, നമുക്ക് ഗൂഗിൾ ചെയ്യാം, കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട് എങ്കിൽ പോലും സെർച്ചിങ് എന്നുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഗൂഗിളിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. സോ സെർച്ചിങ് എന്ന ട്രെൻഡ് കുറയുന്നതോടെ എന്താ സംഭവിക്കുക? നമ്മൾ ഒരുപാട് കാര്യം റിമെമ്പർ ചെയ്യേണ്ടി വരുന്നു. റിമെമ്പർ ചെയ്യാന്ന് വെച്ചുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് പഠിക്കാൻ പറയുമ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നു, ഇന്ന ആളാണെന്ന് പറയുന്നു. അത് നമുക്ക് മറന്നുപോയാൽ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു സോഴ്സ് ഉണ്ട്, വിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു ഗൂഗിൾ എന്നുള്ളൊരു സർവീസ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ കാര്യം റിമെമ്പർ ചെയ്യാൻ വരുന്നു. അതൊരു വശത്ത് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കുകളിൽ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു. കാരണം മറ്റൊരു സർവീസ് ഇല്ല. കൂടുതലായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും, കൂടുതലായിട്ട് പുസ്തകങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങും. അതിലൂടെ തന്നെ നമുക്കൊരു ഗുണവും കൂടി അത് അറ്റൈൻ ചെയ്ത് തരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലേറ്റവും രണ്ടാമത്തെ വിഷ്വലായിട്ടുള്ള സെർച്ച് എഞ്ചിനായിട്ടുള്ള യൂട്യൂബ് എന്നുള്ളൊരു സംഭവം ബൈ ബൈ. യൂട്യൂബിനോട് ബൈ ബൈ പറയും. നമുക്കറിയാം യൂട്യൂബ് ഗൂഗിളിൻ്റേത് തന്നെയാണ്, ഇമെയിൽ ഗൂഗിളിൻ്റേതാണ്. അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരില്ല. ഇതുപോലുള്ള നിങ്ങളുടെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവത്തില്ല. അവർക്കാർക്കും ഫെയിം ഉണ്ടായില്ല, അവർക്കാർക്കും ഇത്ര പൈസ കിട്ടുന്നുണ്ടായില്ല, അവർക്കാർക്കും അതൊരു ജോലി ആവില്ല. ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമെയിൽ ഉണ്ടാവില്ല. ഒരുപാടായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മെയിലിലൂടെ തന്നെയാണല്ലോ. ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നത് ഇമെയിലാണ്. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഒരു ദിവസം പെട്ടെന്ന് ഗൂഗിൾ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമെയിൽ ഇല്ലാതാവും. അതിലൂടെ തന്നെ നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയക്കാനും ഇമെയിൽ അയക്കാനും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരുപാട് കമ്പനീസ് ബുദ്ധിമുട്ടും അതിലൂടെ ഒരുപാട് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം, ഗൂഗിൾ മാപ്പ് ഉണ്ടാവില്ല. നമ്മൾ എപ്പോൾ പോകുമ്പോഴും ആരും ഇല്ലാത്തൊരു വഴി കൂടെ പോകുമ്പോഴും ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, എസ്പെഷ്യലി ഗൂഗിൾ മാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിൾ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പേപ്പറായിട്ടുള്ള മാപ്പുകളിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ കൂടുതലായിട്ട് അവരോട് സംസാരിച്ച് വഴി ചോദിക്കേണ്ടി വരുന്നതായിരിക്കും. അത് പലപ്പോഴും നമുക്ക് അറിയാത്ത ലാംഗ്വേജിൽ പോകുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടായി മാറും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺസിനോട് ബൈ ബൈ പറയാം. കാരണം നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് ഫോൺസ് വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡിലാണല്ലേ. ഈ ആൻഡ്രോയിഡ് ആരുടെയാണ്? ഗൂഗിളിൻ്റെയാണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ വാങ്ങിച്ചതാണ്. എങ്കിൽ പോലും ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു തിയറി പോപ്പുലർ ആയത് തീർച്ചയായിട്ടും ഗൂഗിളിൻ്റെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഗൂഗിൾ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻഡ്രോയിഡിനോട് നമുക്ക് ഗുഡ് ബൈ പറയാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐഫോൺസ് ആണ്. ഐഫോൺസ് വളരെ അധികം എക്സ്പെൻസീവ് ആണ് ആൻഡ്രോയിഡ് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 99% ആളുകളും തിരിച്ച് നോക്കിയ ഫോൺസിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നതായിരിക്കും. സോ ഇതാണ് വലിയ വലിയ ചേഞ്ചസ്. സിമ്പിളായിട്ടുള്ള ഗൂഗിൾ എന്നുള്ള ഒരു 4-5 അക്ഷരം ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഈ ലോകത്ത് നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ മനുഷ്യരിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വീഡിയോ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കുന്ന ചെറിയ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ വരും. അതുവരെ ഗുഡ്.